ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു പീകോക്ക് വർക്കാണ്. സോ ഇത് ബ്ലൗസിലൊക്കെ ചെയ്ത നല്ല ഗ്രാൻഡ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു വർക്കാണ്. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ഇവിടെ ഒരു പീകോക്കിനെയാണ് വരച്ചേക്കുന്നത് കേട്ടോ. ഈ പീകോക്കിനെ നമ്മൾക്ക് ഇവിടെ ചുറ്റും നമുക്ക് ഗോൾഡൻ ബീഡ്സ് കൊടുത്തിട്ട്, ഇതുപോലത്തെ ഗോൾഡൻ ബീഡ് കൊടുത്തിട്ട് നമുക്ക് മൊത്തം ഇത് ഫില്ല് ചെയ്യാം. സോ ഇതൊരു ത്രെഡ് വർക്ക് മിക്സഡ് ആയിട്ട് ചെയ്യുന്നത്. ഞാൻ നൈലോൺ ത്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ത്രെഡിന്. സോ ഓരോ ഗോൾഡൻ ബീഡ്സ് വെച്ച് 2 ബീഡ്സ് വെച്ച് നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഹെഡ്. അപ്പോൾ നമ്മൾ ഈ സ്പേസിൽ മൊത്തം നമ്മൾ ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഫ്രഞ്ച് നോട്ട് 2 ചുറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്പേസ് ഫില്ല് ചെയ്ത് പോകുന്നത്. നമ്മളൊരു ഹൈസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ചുറ്റും നമ്മൾ ഫ്രഞ്ച് നോട്ട് കൊടുത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു സ്റ്റോണാണ് നമ്മളിവിടെ ഒട്ടിച്ചേക്കുന്നത്. ബ്ലൂ കളറാണ് ഒട്ടിച്ചേക്കുന്നത്. എനിക്കിഷ്ടമുള്ള ഏതെങ്കിലും കളർ വാങ്ങിച്ച് ഗോൾഡൻ കളർ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്കിവിടെ ചേർക്കാവുന്നേ ഉള്ളൂ. ചുറ്റും നമ്മൾ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ സൈഡിൽ നമ്മൾ ത്രെഡ് ഉപയോഗിക്കുന്നത് സിൽക്ക് ത്രെഡാണ് ഉപയോഗിക്കുന്നത്. സിൽക്ക് ത്രെഡും സീക്വൻസും വെച്ചിട്ട് നമുക്കിത് മൊത്തം ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എൻഡിൽ നിന്ന് നമ്മൾ ത്രെഡ് എടുക്കുക കേട്ടോ. ഈ ഓരോ റിങ്ങിൻ്റെ എൻഡിൽ നിന്ന് ത്രെഡ് എടുത്ത ശേഷം നമ്മളൊരു ഫ്രഞ്ച് നോട്ട് കൊടുക്കാം. ഫ്രഞ്ച് നോട്ട് കൊടുക്കുമ്പോൾ നമുക്കിവിടെ സീക്വൻസ് എടുത്ത് വെക്കാം. ഈ സീക്വൻസിനെ നടുക്കേക്ക് കൊണ്ടുവരിക, എന്നിട്ട് നടുക്കോട്ട് കുത്തുക. അതായത് നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന അനുസരിച്ച് സ്പേസ് താഴെ പോവാത്ത രീതിയിൽ നമ്മൾ സീക്വൻസ് വെച്ച് പോകണം. ലോങ് ഫ്രഞ്ച് നോട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചുറ്റി ഇവിടെ സീക്വൻസ് എടുത്ത് വെക്കണം. 2 റൗണ്ട് അടിച്ച് താഴെ സ്പേസ് വരാത്ത രീതിയിൽ നമ്മൾ അടുക്കടുക്കായിട്ട് സീക്വൻസ് വെച്ച് പോവുക. ഇതുപോലെ ഇവിടെ മൊത്തം ഇങ്ങനെ ഫില്ല് ചെയ്യുക. എല്ലാ തട്ടിലും ഫില്ല് ചെയ്ത് ഇവിടം വരെ പോവുക. അപ്പം നമ്മൾ പീകോക്കിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ പീല് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചേക്കുന്ന ചെറിയൊരു കട്ട് ബീഡ്സ്, അതിൻ്റെ കൂടെ ഇതുപോലത്തെ ബോൾസ്, ക്രിസ്റ്റൽ ബോൾ, അതിൻ്റെ കൂടെ റെയിൻബോയുടെ കട്ട് ബീഡ്സുകളുമാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഉപയോഗിക്കുന്ന ത്രെഡ് എന്ന് പറയുന്നത് നെയ്ലോൺ ത്രെഡാണ്. സോ ഇതുപോലത്തെ കട്ട് ബീഡ്സ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ക്രിസ്റ്റൽ ബോൾ ഇടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോൾ മാച്ച് ചെയ്യുന്ന ബ്ലൂ ടൈപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ കുറച്ച് വെറൈറ്റി ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ സെയിം ബ്ലൂ തന്നെ ഇവിടെ ചെയ്താൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. പിന്നെ ഞാൻ റെയിൻബോ പോലത്തെ ഇങ്ങനത്തെ ബോൾസാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ലെന്ത് അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്കിത് ചുറ്റും കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ പീകോക്കിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാവുന്നേ. ഇതിന് പകരം നമുക്ക് ഇതേ സെയിം ബ്ലൂ തന്നെ കൊടുക്കാം. സോ അതിൻ്റെ ചുറ്റും നമുക്ക് ചെറിയ അതായത് സീക്വൻസ് കളേഴ്സുള്ള സീക്വൻസിന് അതിൽ കട്ട് ബീഡ്സുകളൊക്കെ വെച്ച് കുറച്ച് ഗ്രാൻഡാക്കും. ഇത് ബ്ലൗസിലൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഗോഡ് ബ്ലെസ് യു ഓൾ.